ലിയോൺസിലെ വിങ്സിനെ പറ്റി ഈ ഇടയാണ് കേട്ടോ ഞങ്ങൾ കേട്ടറിയണത്. വെറുതെ ഒരു കുഞ്ഞിനായിട്ട് ഔട്ടിങ്ങിനായിട്ട് ഇറങ്ങിയ ഞങ്ങൾ പിന്നെ നേരത്തെ അങ്ങനെ വെച്ച് പിടിക്കുകയായിരുന്നു. ഇപ്പോഴൊന്നും ഇല്ലെങ്കിലും വല്ലപ്പോഴൊക്കെ നമ്മൾ പുറത്തൊക്കെ പോയി ഫുഡ് കഴിക്കാറുണ്ട്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഈ കാണുന്ന സ്ക്രീനിൽ ഇത് ബുക്ക് ചെയ്യണം കേട്ടോ. ശരിക്കും ഇവിടുത്തെ ഒരു ആംബിയൻസ് ഒക്കെ ഇടുവായിരുന്നു കേട്ടോ. ഭയങ്കര കാമൻ ക്വൈറ്റ് ആയിട്ടുള്ള. അങ്ങനെ നമ്മൾ നമ്മുടെ ഐറ്റം ബുക്ക് ചെയ്തിട്ടുണ്ട്. കുറച്ച് അധികം നേരത്തെ വെയിറ്റിംഗ് ടൈം ഉണ്ടായിരുന്നു. പാറക്കുട്ടിയുടെ ക്ഷമയുടെ നെല്ലിപ്പലക പോയിട്ടുണ്ട് എന്ന് പറയാട്ടോ. സത്യം പറഞ്ഞാൽ ഒരു മിനിറ്റ് പോലും വെറുതെ ഇരിക്കാൻ ഇഷ്ടമില്ലാത്ത നമ്മുടെ പാറക്കുട്ടീനെ ഒരു അരമണിക്കൂറോളം കെട്ടിയിട്ട് പോലെയായിരുന്നു. അങ്ങനെ നീണ്ട നേരത്തെ വെയിറ്റിങ്ങിനോട് വലുത് നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട് കേട്ടോ. ലിയോൺസിന്റെ സൂപ്പർ ബോൾ കോംബോ വിങ്സ് ആണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. ഈ ഒരു ബക്കറ്റിൽ 10 പീസസ് ആണ് വരുന്നത്. പിന്നെ ഒരു ഫ്രഞ്ച് ഫ്രൈസ് കൂടി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. പാറക്കുട്ടിയുടെ ഒരു ഇരിപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തത്തിൽ അവൾ അങ്ങോട്ട് കഴിച്ചു തീർക്കണ പോലെ ഉണ്ടല്ലേ. പക്ഷെങ്കിൽ ഇത് വെറും ബിൽഡപ്പ് ആണ്. ഒരു കുഞ്ഞു പീസ് കഴിച്ചപ്പോഴേക്കും നമ്മുടെ പാറക്കുട്ടിനൊന്നും മതിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഊർവശിശാപം ഉപകാരമായി എന്ന് പറഞ്ഞൊരു മട്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക്. അത് അവൾ കഴിച്ചിട്ടില്ലെങ്കിൽ അത്രയും നല്ലത് എന്നായിരുന്നു. ഇതിനിടയിൽ ഇത് ക്യാമറ കണ്ടിട്ടുള്ള പോസിംഗ് ആണ്. പിന്നെ വീഡിയോയ്ക്ക് വേണ്ടി മാത്രമല്ല, ഞങ്ങളെല്ലാവരും ഇത് മൊത്തത്തിൽ അങ്ങനെ കഴിച്ചു തീർത്ത് കഴിഞ്ഞാലോ എന്നുള്ള ഒരു ടെൻഷനിൽ കൂടിയാണ് ആളിപ്പ ഈ കഴിക്കണത്. കഴിക്കല് കണ്ടിട്ട് ഞങ്ങൾ തന്നെ അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പൊ എന്തായാലും ഇവിടുത്തെ ഭക്ഷണം കെടുവായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഒരു വമ്പൻ തീറ്റി മത്സരത്തിനൊടുവിൽ അച്ഛനാമി എന്താ തനിയെ വീഡിയോ എടുക്കണമെന്ന് ചോദിച്ചിട്ടാണ് ഈ കുശുമ്പി പാറു വന്നിരിക്കുന്നത്. അതെ, ഒരു വിധത്തിൽ മുഴഞ്ഞു കയറി വീഡിയോക്കൊക്കെ കയറി പറ്റിയിട്ടുണ്ട്. ഫാമിലിക്കായിട്ട് ഹാങ് ഔട്ട് ചെയ്യാനായിട്ട് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു കിട്ടിലെ സ്പോട്ടാണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മുടെ ഫുഡ് അടി എല്ലാം കഴിഞ്ഞത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ പാറക്കുട്ടി കാവടി തുള്ളി പോകുന്നത് കണ്ടോ. ഇന്നിപ്പോ ഇവിടുന്ന് അടിപൊളിയായിട്ട് ഫുഡൊന്നും കഴിച്ചിട്ടില്ലെങ്കിലും ആളിന്ന് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഈ കാര്യങ്ങളാണെങ്കിൽ കൂടി അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം ഒന്ന് വേറെ തന്നെയാണ്. അങ്ങനത്തേക്ക് നമ്മൾ നേരെ ഫ്രൂട്ട്സ് കടയിലേക്കാണ് കേട്ടോ വിട്ടത്. പാറക്കുട്ടിക്ക് നാളെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അവളുടെ ഫേവറേറ്റ് കൂതപ്പീറ്റാണ് നമ്മൾ ആദ്യം വന്നത് കേട്ടോ. പക്ഷേ ഉണ്ടല്ലോ ഗൈസ്, ദേ കണ്ടോ, അത്യാവശ്യം നല്ല കേട് പരുവത്തിലാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ ഈ ഒരു പപ്പായ എടുക്കാന്ന് വിചാരിച്ചിട്ടോ. അങ്ങനത്തെ ഈ ഒരു പപ്പായ എടുത്തു, കുറച്ച് ഓറഞ്ചൊക്കെ എടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഈ ഒരു ഫ്രൂട്ട്സ് കടയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു പെറ്റ് ഷോപ്പ് ഉണ്ട് കേട്ടോ. അങ്ങനെ പാറക്കുട്ടി ഞങ്ങളെ കൂട്ടി അങ്ങോട്ട് വിട്ടതാണ്. അവിടെ ഗൈസ് സ്കൂട്ടില് നമ്മുടെ നാടൻ പൂച്ചകള്. പാറക്കുട്ടിക്ക് ഇവിടുന്ന് എന്തിനെ കിട്ടിയാലും അവൾ ഹാപ്പിയാണ് കേട്ടോ. പക്ഷെ നമ്മൾ ഇപ്പം വാങ്ങിക്കുന്നില്ല. പാറക്കുട്ടിക്ക് ഇതേ ഈ ഒരു നായ്ക്കുട്ടീനെ വേണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അവളാണെങ്കിൽ ഇതേ അതിനെങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്കതിന് വാങ്ങിച്ചു കൊടുക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ നമുക്കതിനെ അതുപോലെ ടേക്ക് കെയർ ചെയ്ത് കൊണ്ടു നടക്കുന്നത് കുറച്ച് റിസ്ക് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ. അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ അവളുടെ മൈൻഡൊക്കെ ഒന്ന് ഡൈവേർട്ട് ചെയ്തതേ അവളെയും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം.